സ്വാഗതം. നമ്മളിന്ന് മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. വിഷയം ഇത്മാമെ നൂർ, അതായത് ദൈവിക പ്രകാശത്തിന്റെ പൂർത്തീകരണം. ഖുർആനിലെ ഒരു ആശയമാണത്. അതെ, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ചിലർ ശ്രമിക്കും. പക്ഷേ അള്ളാഹു അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നൊക്കെയുള്ള ആയത്തുകളുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ച മുഴുവനും. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം, അല്ലേ? തീർച്ചയായും. ചരിത്രത്തിൽ നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ, മറ്റു തടസ്സങ്ങൾ, അതൊക്കെ കാരണം അള്ളാഹു ഉദ്ദേശിച്ച ഒരു ദൈവിക നാഗരികത പൂർണ്ണമായിട്ടും സ്ഥാപിക്കാൻ പറ്റിയില്ല എന്നാണ് ഖാൻ സാഹിബ് പറയുന്നത്. ഈ ദൈവിക നാഗരികത എന്ന് പറയുമ്പോ അത് വെറുമൊരു ആത്മീയ കാര്യം മാത്രമാണോ? അല്ലല്ല, അതല്ല. അതായത് ദൈവിക ഗ്രന്ഥം അത് ഒട്ടും മാറ്റമില്ലാതെ സംരക്ഷിക്കപ്പെടണം. പിന്നെ ജീവിതത്തിന് നല്ലൊരു മാതൃക വേണം. പ്രകൃതിയെക്കുറിച്ചുള്ള അറിവുകൾ അതൊക്കെ കിട്ടണം. പിന്നെ ഏറ്റവും പ്രധാനം സത്യം പറയാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള വഴികൾ, ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ, അതോടൊപ്പം ജനാധിപത്യപരമായ മൂല്യങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു സാമൂഹിക ക്രമം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓ ശരി ശരി. അപ്പോൾ മുൻപുള്ള പ്രവാചകന്മാരുടെ കാലത്ത് ഇതൊന്നും പൂർണ്ണമായി നടന്നില്ല. അപ്പൊ അല്ലാഹു ചരിത്രത്തിൽ നേരിട്ടിടപെട്ടു, അങ്ങനെയാണോ അദ്ദേഹം പറയുന്നത്? അതെ അതെ, അങ്ങനെയാണ് പ്രഭാഷകൻ സമർത്ഥിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം. ഈ ദൈവിക ഇടപെടലിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പ്രഭാഷണത്തിൽ പറയുന്നത് പ്രവാചകൻ മുഹമ്മദിന്റെ കാലഘട്ടമാണല്ലോ, അല്ലേ? അതെ, ആ കാലഘട്ടവും അതിനുശേഷമുള്ള ഏതാണ്ടൊരു 30 വർഷവും. വെറും 30 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം, ഒരു സാമ്രാജ്യം തന്നെ രൂപപ്പെട്ടു എന്നത്, അത് ചരിത്രപരമായി നോക്കുമ്പോൾ ഭയങ്കര വേഗതയാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ വിശകലനം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ശരിയാണ്. പക്ഷേ ഇതിനെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു രാഷ്ട്രീയ സാമ്രാജ്യം മാത്രമായിട്ട് കാണരുത്. ഇതൊരു ആശയപരമായ സാമ്രാജ്യമായിരുന്നു. ഐഡിയോളജിക്കൽ എംപയർ. അതാണ് ഖാൻ സാഹിബ് ഊന്നി പറയുന്നത്. ആശയപരമായ സാമ്രാജ്യം അതെങ്ങനെ? അതായത് മനുഷ്യരെ മറ്റു മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക, ചിന്താപരമായ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റുക, എന്നിട്ട് ഒരേ ഒരു സൃഷ്ടാവിലേക്ക് മാത്രം തിരിയുക, അവന്റെ മാർഗദർശനം സ്വീകരിക്കുക. അതായിരുന്നു ലക്ഷ്യം. ഒരു ഉദാഹരണം പറയാം. പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് മുസ്ലിം സൈന്യം കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ഒരു നേതാവ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ? അപ്പോൾ സഹാബികൾ കൊടുത്ത മറുപടി അത് വളരെ പ്രസിദ്ധമാണ്. എന്തായിരുന്നു അത്? മനുഷ്യരെ മറ്റു മനുഷ്യർക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് മോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിന്റെ മാത്രം അടിമത്വത്തിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ വന്നതാണ്. ദുന്യാവിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെയുള്ള വാക്കുകൾ. അപ്പോ കണ്ടില്ലേ, വാളല്ല, ആശയമാണ് മുന്നിട്ട് നിന്നത്. ശരിയാണ്. പക്ഷേ ചരിത്രകാരന്മാർ പലപ്പോഴും ഇതിനെ അന്നത്തെ സാഹചര്യങ്ങളുടെ ഒരു സ്വാഭാവിക പരിണാമം അല്ലെങ്കിൽ യാദർച്ഛിക സംഭവങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ പ്രഭാഷകൻ പറയുന്നത് ഇത് യാദർച്ഛികമല്ല, മറിച്ച് പൂർണ്ണമായും ദൈവികമായി നിയന്ത്രിക്കപ്പെട്ടതാണ്, ഡിവൈൻലി മാനേജ്ഡ് എന്നാണ്. അതിന് കുറെ കാരണങ്ങളും സൂചനകളും അദ്ദേഹം നിരത്തുന്നുണ്ട്. അതൊന്ന് വിശദമാക്കാമോ? എന്തൊക്കെയാണവ? അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ബനു ഇസ്മായിൽ, അതായത് ഇബ്രാഹിം നബി മകനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഏകദേശം 2500 വർഷം മുൻപ്. അതെന്തിനാണെന്ന് വെച്ചാൽ അന്നത്തെ മറ്റു സമൂഹങ്ങളുടെ സ്വാധീനമൊന്നുമില്ലാത്ത ശുദ്ധമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ, പ്രവാചകന്റെ ദൗത്യം സ്വീകരിക്കാൻ പാകത്തിൽ. ഓക്കെ. പിന്നെ കായ്ബ, അതെല്ലാ അറബ് ഗോത്രങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറി. അതുകൊണ്ട് പ്രവാചകന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ എളുപ്പമായി. ശരി. പിന്നെ യുദ്ധങ്ങളുടെ കാര്യം. മക്കയിലെ ഖുറൈശികളുടെ ശക്തി ക്ഷയിച്ചത് ബദർ യുദ്ധത്തോടെയാണ്. അതുപോലെ മദീനയിലെ ജൂതഗോത്രങ്ങളും മറ്റും, അവർക്കിടയിൽ അതിനു മുൻപ് നടന്ന ബുവാസ് പോലുള്ള യുദ്ധങ്ങൾ അവരുടെ ശക്തി കുറച്ചിരുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് തടസ്സമായേക്കാവുന്ന ശക്തികളെ ദൈവം തന്നെ ദുർബലപ്പെടുത്തി. ഹുദൈബിയ സന്ധിയുടെ കാര്യവും പറയാറുണ്ടല്ലോ. അതെ അതെ, ഹുദൈബിയ സന്ധി കാരണം യുദ്ധമൊഴിവായി, സമാധാനപരമായി ദാവത്ത് നടത്താൻ പറ്റി. അതാണ് പിന്നീട് മക്ക വിജയിക്കാൻ പോലും കാരണമായത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വലിയ സാമ്രാജ്യങ്ങൾ, സസാനിയൻ, ബൈസന്റൈൻ, അവർ തമ്മിലടിച്ച് ക്ഷീണിച്ചതും ഒരു അനുകൂല സാഹചര്യമായി മാറി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ആ ഡിവൈൻലി മാനേജ്ഡ് എന്ന ആശയം വരുന്നത്. അപ്പോ ഈ ആശയപരമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ആദ്യ തലമുറ, അതായത് സ്വഹാബികൾ, അവരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും പറയുന്നുണ്ടല്ലേ? തീർച്ചയായും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
ഏതൊരു ആശയപരമായ മുന്നേറ്റമെടുത്താലും അതിന്റെ യഥാർത്ഥ ആവേശം, ആത്മാർത്ഥത, സമർപ്പണമൊക്കെ ആ ആദ്യ തലമുറയിലായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. ശരിയാണ്. കാരണം അവരാണ് ആ ആശയത്തെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞത്. പിന്നീട് വരുന്ന തലമുറകൾക്കൊരു പക്ഷേ ആ ഒരു തീവ്രത കുറയാം. അപ്പോൾ സ്വഹാബികളിലൂടെ ആ ആദ്യ തലമുറയിൽ തന്നെ ഈ പറയുന്ന 30 വർഷത്തിനുള്ളിൽ ഇത്ര വലിയ മാറ്റം സംഭവിച്ചത് അത് ദൈവികമായൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നാണ് പ്രഭാഷകന്റെ വാദം. അപ്പോൾ ഇതിന്റെ എല്ലാം ഫലം എന്തായിരുന്നു? ഈ പ്രക്രിയ കൊണ്ട് അവസാനം എന്താണ് സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഖുർആനും പ്രവാചകന്റെ ജീവിതരീതിയും സുന്നത്തും ഒട്ടും മാറ്റം വരാതെ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ്. അത് ഇന്നും നിലനിൽക്കുന്നു. അതിനുശേഷം ലോകത്ത് ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും വലിയ മുന്നേറ്റമുണ്ടായി. അച്ചടി വന്നു, പുതിയ ആശയവിനിമയ മാർഗങ്ങൾ വന്നു. ഇതെല്ലാം സത്യം പ്രചരിപ്പിക്കാനും അറിവ് പങ്കുവയ്ക്കാനും വലിയ സഹായമായി. അതോടൊപ്പം സ്വാതന്ത്ര്യം, ജനാധിപത്യം പോലുള്ള ആശയങ്ങളും. അതെ, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യ മൂല്യങ്ങൾ ഇതൊക്കെ ലോകത്ത് വ്യാപകമായി. ഇതെല്ലാം ആ ദൈവിക നാഗരികതയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ പ്രകാശം പൂർത്തിയാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ആശയങ്ങളുടെ ശക്തിയെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ടല്ലോ. ആയുധങ്ങളല്ല, ആശയങ്ങളാണ് പ്രധാനം എന്ന്. തീർച്ചയായും അതാണ് മറ്റൊരു പ്രധാന ആശയം. ശരിക്കുള്ള ശക്തി കിടക്കുന്നത് ആശയങ്ങളിലാണ്. ഒരു ഉദാഹരണം, ടാറ്റാർമാർ. അവർ പടയോട്ടം നടത്തി മുസ്ലിം ലോകത്തെ കീഴടക്കി. പക്ഷേ അവസാനം എന്താ സംഭവിച്ചത്? അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിക ആശയങ്ങൾ അവരെയാണ് കീഴടക്കിയത്. ശരിയാണ്, അത് ചരിത്രമാണല്ലോ. അതുപോലെ ഈജിപ്തിലെ കാര്യം. അവിടെയുള്ളവർ ഇസ്ലാം സ്വീകരിച്ചത് ഖുറാനിലെ ആശയങ്ങൾ കേട്ടിട്ടാണ്, അല്ലാതെ വാളിന്റെ മുനയിലല്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോ ആശയങ്ങൾക്ക് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വലിയ കഴിവുണ്ട്. പക്ഷെ ഒരു സംശയം, ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് തിന്മകളും യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാണുന്നുണ്ടല്ലോ. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ദൈവിക പദ്ധതി നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക? നല്ല ചോദ്യമാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് അവൻ തെറ്റുകൾ ചെയ്യും. ചരിത്രത്തിൽ അതിന്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട്. യുദ്ധങ്ങൾ, അനീതികൾ ഒക്കെയുണ്ട്. പക്ഷേ പ്രഭാഷകൻ പറയുന്നത് ഈ തിന്മകൾക്കിടയിലും അല്ലാഹുവിന്റെ വലിയ പ്ലാൻ മുന്നോട്ടു പോകുന്നുണ്ട് എന്നാണ്. അതെങ്ങനെ? അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോ നല്ല മലിനീകരണമുള്ള ഒരു അന്തരീക്ഷത്തിൽ പോലും നമ്മൾ ചിലപ്പോൾ ആകാശത്തിന്റെ നീലിമയോ ഒരു പൂവിന്റെ ഭംഗിയോ ശ്രദ്ധിക്കാറില്ലേ? ആ മലിനീകരണത്തെ മനസ്സുകൊണ്ടൊന്ന് മാറ്റിവെച്ചിട്ട്. ശരിയാണ്. അതുപോലെ ചരിത്രത്തിൽ മനുഷ്യനുണ്ടാക്കി വെച്ച ഈ പ്രശ്നങ്ങളെയും തിന്മകളെയും ഒന്ന് മനസ്സുകൊണ്ട് മാറ്റി നിർത്തി നോക്കിയാൽ അതിലൂടെ ഒഴുകുന്ന ഒരു ദൈവിക പദ്ധതിയുടെ സൗന്ദര്യം ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റിയേക്കും. അങ്ങനെ നോക്കാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തെ വെറും സംഭവങ്ങളുടെ ഒരു കണക്കെടുപ്പായി മാത്രം കാണാതെ, അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടമായി മാത്രം കാണാതെ, അതിനപ്പുറം ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ഭാഗമായിട്ട് ആശയങ്ങളുടെയും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ദൈവീക ഇടപെടലിന്റെയും ഒക്കെ വെളിച്ചത്തിൽ വായിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് ഈ പ്രഭാഷണം. അതെ, നിങ്ങൾക്കായി ഒരു ചിന്ത തരാം. മനുഷ്യന്റെ കയ്യിൽ സ്വാതന്ത്ര്യമുണ്ട്. അവൻ തെറ്റുകൾ ചെയ്യും. ചരിത്രത്തിൽ അതൊക്കെ കാണാനുമുണ്ട്. എന്നിട്ടും ഇതിനെല്ലാം മീതെയായി ഒരു വലിയ ദൈവീക ലക്ഷ്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ചിന്തയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചേക്കും. തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.